അവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ ഒത്തിരി നടന്നു. LDF ആണ് ഭരിക്കുന്നത്. ഞാനും LDF കാരി തന്നെയാണ്. അനുയോജിതമായി കൊണ്ടുപോകേണ്ട ഒരു സ്റ്റാഫ് പോലും ആ ബാങ്കിലില്ലായിരുന്നു. പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചതാണ്. ചിലരുടെ അവരറിയാത്ത പോലും അവരുടെ പ്രമാണം വെച്ച് ലോൺ ഇവിടെ എടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അടൂരിലെ ഇടതുമുന്നണിയെ വെട്ടിലാക്കിക്കൊണ്ട് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPMൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും അടൂർ മുൻ MLAയുമായ R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ പൊൻതാമരപ്പിള്ള. CPM വർഷങ്ങളായി ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ 75 ലക്ഷം രൂപയുടെ അഴിമതി ഇതുവരെ നടന്നിട്ടുള്ളതായി ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പൊൻതാമരപ്പിള്ള പറയുന്നു. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫീസിലും പാർട്ടിയുടെ വിവിധ തലങ്ങളിലും അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുക്കാത്ത സാഹചര്യത്തിൽ താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് പൊൻതാമരപ്പിള്ള മാധ്യമങ്ങളെ അറിയിച്ചു. ഭർത്താവും CPM നേതാവുമായിട്ടുള്ള R. ഉണ്ണികൃഷ്ണപിള്ളയ്ക്കൊപ്പം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിലെത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പൊൻതാമരപ്പിള്ള തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിലും അത് തിരിച്ചു കൊടുക്കുന്നതിലും പലിശ നൽകുന്നതിലും വലിയ വെട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ടാണ് പൊൻതാമരപ്പിള്ള പറയുന്നത്. 1 കൊല്ലം മുമ്പാണ് ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പൊൻതാമരപ്പിള്ള ഏറ്റെടുക്കുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനകളിലാണ് വലിയ തട്ടിപ്പ് ബാങ്കിൽ നടക്കുന്നതായും ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നതായും പ്രസിഡന്റിന് ബോധ്യപ്പെട്ടത്. പാർട്ടി വൃത്തങ്ങളിലും അതുപോലെ തന്നെ സഹകരണ വകുപ്പിലും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പൊൻതാമരപ്പിള്ള പറയുന്നത്. ഞാൻ നവംബർ 1/11/24 ഞാൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തു. ഈ 14 മാസക്കാലം ഞാൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ പരിപാലിച്ചു എന്നല്ല, ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അടൂർ സർവീസ് ബൈപ്പാസിലാതെ. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ ഒത്തിരി നടന്നിട്ടുണ്ട്. ഭരിച്ചത് നേരത്തെ ഭരിച്ചിരുന്നവരുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ച അല്ല. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം യാതൊരു LDF ആണ് ഭരിക്കുന്നത്. ഞാനും LDF കാരി തന്നെയാണ്. കാരണം അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ അവിടെ പോയി കഴിഞ്ഞിരുന്നപ്പം ബാങ്കിൻ്റെതായുള്ള CPMൻ്റെ അത് ഗുരുതരമായ വീഴ്ചയെന്ന് പറഞ്ഞ് നമ്മളതിനകത്ത് അവിടെ ബാങ്കിന് അനുയോജിതമായി കൊണ്ടുപോകേണ്ട ഒരു സ്റ്റാഫ് പോലും ആ ബാങ്കിലില്ലായിരുന്നു. കാരണം വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരു പിയൂൺ മാത്രമാണ് അവിടെ. അത് ഞാൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്താണ് ആ കുട്ടിയെ സ്ഥിരമായിട്ട് നിയമിച്ചത്. കഴിഞ്ഞ ഭരണസമിതി സമയത്തായിരുന്നാലും ഒരു കുട്ടിയെ എടുത്ത് BCom കഴിഞ്ഞ ഒരു കുട്ടിയെ എടുത്ത് JDC കഴിഞ്ഞ് അതിനെ നമുക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തി ആ കുട്ടി അവിടെ വർക്കും ചെയ്തു വന്നത്. ആ കുട്ടി എങ്ങനെ പോയി എന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം ആ കുട്ടിയെയും കഴിഞ്ഞ പ്രസിഡന്റ് എടുത്തോടിച്ച് കളഞ്ഞു. കാരണം അവിടുത്തെ പ്രസിഡന്റ് P. രവീന്ദ്രൻ CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അത്തരം ചെയ്ത് നമ്മൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, കാരണം കുടിശ്ശ പിരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ഞാൻ ഒരു പൈസ ഈ 14 മാസക്കാലം അഡ്വാൻസ് കൈപ്പറ്റിയിട്ടില്ല. 1 രൂപ പോലും ഞാൻ ഒരു തരത്തിലും ആ ബാങ്കിൽ നിന്ന് ഞാൻ ഈടാക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കുടിശ്ശ പിരിക്കാൻ ഞാൻ ആൾക്കാരെ കണ്ടെത്താനും സഹകാരികളെ അങ്ങോട്ട് കൊണ്ടുവരാനും എല്ലാമുള്ള പരിശ്രമം നടത്തി. കുറേ ആൾക്കാർ ആ രീതിയിലേക്ക് നമ്മളെ ബന്ധപ്പെട്ട് നല്ല രീതിയിലേക്ക് ആ പ്രവർത്തനം ബാങ്കിൻ്റെ ഉന്നതിയിലേക്ക് ഉയരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേന് അതിനകത്തെ ക്രമക്കേടുകൾ കുറച്ച് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളോട് എതിർപ്പ് കൂടിയത്. അതിലുപരി അവിടെ നടന്നിരിക്കുന്ന ലോണുകളൊക്കെ വളരെ പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചതാണ്. നാട്ടും അങ്ങനെ അതും പരിധിയിലല്ലാതെ വളരെ ഗുരുതരമായ മാനസിക ഇതൊക്കെ ഉള്ളവർക്ക് വരെയാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നത്. ചിലരുടെ അവരറിയാത്ത പോലും അവരുടെ പ്രമാണം വെച്ച് ലോൺ ഇവിടെ എടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം വളരെ ക്രമക്കേടുകൾ അവിടെ കണ്ടെത്തി. അതിന് മുമ്പ് തന്നെ ഞാൻ കയറിയതിനു ശേഷം 4-6 മാസം കഴിഞ്ഞ് തന്നെ JRന്
ഒരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ AR ഒരു അന്വേഷണം പിന്നെ വെച്ചു. ആ അന്വേഷണം വെച്ച സമയത്ത് AR നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എല്ലാവരും കൂടി കണക്കുകൾ അപ്പോഴും ബോധ്യം എടുത്തപ്പോൾ തന്നെ 75 ലക്ഷം രൂപ കുടിശ്ശിക കിടക്കുക, അവിടെ കിടക്കുക. ആ കണക്കുകൾ മിസ്സിങ് കിടക്കുക അവിടെ. അപ്പം അത്തരം അതും വന്നു. ഈ വരുന്ന അതിൽ കൂടെയാണ് ഞാനിപ്പം ഇത്രയും കാലയളവിലേക്ക് ഒരു 60 ലക്ഷത്തോളം രൂപ ഞാൻ തിരിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു ഡിപ്പോസിറ്റിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ ഒരു 40 ലക്ഷത്തിനകത്ത് ഞാൻ ഡിപ്പോസിറ്റുകാർക്കും അവരാവശ്യപ്പെട്ട് വരുന്നതനുസരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ബാങ്കിൻ്റേതായെന്ന് പറയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും തന്നെ ബാങ്കിനില്ല. അത് പല പ്രാവശ്യം ബോർഡ് കൂടിയപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം, അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴും ആരും അത്ര വലിയ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഈ ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നവരൊന്നും 1 രൂപ പോലും ബാങ്കിന് മുടക്കാതെ എങ്ങനെ ഇരിക്കണമെന്ന് മാത്രം, ബാങ്കിൻ്റെ പണി ചെയ്യാതെ ബോർഡ് മെമ്പറായിട്ട് മാത്രം നടക്കണം മാത്രം ഉദ്ദേശിച്ചിരിക്കുന്നവരാണ്. അപ്പം അതിലൂടെ നമ്മൾ ഒരു കാലയളവ് വരെ നമ്മൾ വരെയൊക്കെ വളരെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ടുനിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ ഡിപ്പോസിറ്റിൻ്റെ തന്നെ ഒരു വലിയ ഒരു ഗ്രേസി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഡിപ്പോസിറ്റ് അവരത് അന്ന് ചെയ്തിരുന്നത് 86 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തതാണ്. അവരുടെ കണക്കുകൾ കൃത്യമായിട്ട് ഒന്നും അറിയുന്നില്ല. ശരിക്ക് ഞാൻ ഈ അടുത്ത സമയത്ത് കയറിച്ച് എനിക്കും കൃത്യമായിട്ട് അതിൻ്റെ രേഖ എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവർ പറയുന്നത് ദീപ എന്ന് പറയുന്ന യൂണിറ്റ് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചിട്ട് അവർ പറയുന്നത് ആ 30 ലക്ഷത്തിൻ്റെ ഡിപ്പോസിറ്റ് അവർക്ക് കൊടുത്തിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന ആ ഡിപ്പോസിറ്റ് കൊടുത്തില്ല എന്ന്. അപ്പോൾ അത്തരം രീതിയിലേക്ക് വരുന്ന ആ ഡിപ്പോസിറ്റ് കൊടുത്തു എന്ന് പറയുന്നതും പിന്നെ അവിടെ ഈ ഡിപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് FD സർട്ടിഫിക്കറ്റ് ഇവിടെ വേണം. ആ FD സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ഈ തുക കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അതിനകത്തും ഒത്തിരി ന്യൂനതകളൊക്കെ ഉണ്ട്. കാരണം ഇൻട്രസ്റ്റ് ലെങ്ത്തിലുമൊക്കെ അവർ ഒത്തിരി അതിനകത്ത് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരത് 86 ലക്ഷം രൂപ കൊടുത്തത് പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ പിന്നെ സ്കൂൾ സുഹൃത്തുക്കളായിരുന്നു ഈ കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഈ പിന്നെ മുൻ പ്രസിഡന്റ്. ആ ഇനത്തിലാണ്, ആ വിശ്വസ്തതയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതെ അതെ പാർട്ടി ഇപ്പം പുള്ളി ഏരിയ കമ്മിറ്റി ആയിട്ടിരിക്കുന്ന ബാങ്കിൽ ഞാൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്ന സമയം ആ ബാങ്കിൻ്റെ അക്കൗണ്ടൊക്കെ ട്രാൻസാക്ഷനൊക്കെ പോയിരുന്നത് അവിടെ ഗവൺമെൻറ് എംപ്ലോയീസ് വഴിയാണ്. കാരണം ആ ഗവൺമെൻറ് എംപ്ലോയീസ് വഴി ഒരിക്കലും ഇതുപോലൊരു സ്ഥാപനം തന്നെയാണ് അതും. അവിടോട്ട് അക്കൗണ്ട് പോകാൻ പാടില്ല. അത് നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അത് ചെയ്യാതെ അവിടെ കാനറ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൂടെ പോകാതെ ഈ നാഷണലൈസ്ഡ് ബാങ്കിനകത്ത് ഇതിലേക്കാണ് ഗവൺമെൻറ് എംപ്ലോയീസ് വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നതും പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന രവീന്ദ്രൻ്റെ മരുമകനാണ്. കാരണം അവിടെ വന്നിട്ടുള്ള ഞാൻ ഇന്ന പ്രസിഡൻ്റായിട്ടിരുന്ന സ്ഥാനാപനത്തിൽ വന്നിട്ടുള്ള വലിയ ഡിപ്പോസിറ്റുകൾ ആ തുകയെല്ലാം ഇവിടെ തന്നെയാണ് ചെലവഴിച്ചത്. കാരണം അതിപ്പോൾ കണക്കുകൾ അവർക്ക് പോലും കൃത്യമായിട്ട് കണക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റാഫിന് പോലും. കാരണം 20 മുതലാണ് അവിടെ ശരിക്കും പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആയി വന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന പേപ്പറുകൾ പോലും എവിടാന്നറിയത്തില്ല. ഈ പേപ്പറുകളെല്ലാം കത്തിക്കുന്ന പണി രവീന്ദ്രന് മുന്നേ ഉണ്ട്. അപ്പം ആ പേപ്പറുകളും കാണുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ച പോലും ആ ഡിപ്പോസിറ്റാർ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രേഖകൾ കാണുന്നു. എന്നെ ആക്ഷേപിക്കുന്നത് മുൻ പ്രസിഡന്റ് തന്നെയാണ് ആക്ഷേപിക്കുന്നത്. രവീന്ദ്രൻ്റെ കൂടെ കൂടിയ ബോർഡ് മെമ്പർമാരും കൂടാണ്. അല്ലാതെ എന്നെ പാർട്ടിയുടെ ലെവലിൽ എന്നെ ആരും ആക്ഷേപിക്കത്തില്ല, ആക്ഷേപിച്ചിട്ടില്ല. എനിക്കറിയാം. കാരണം അവിടുന്ന് തന്നെയാണ് ആക്ഷേപം. അപ്പം അതിനകത്ത് എനിക്കിപ്പോൾ ഈ ഇത്രയും രീതിയിലുള്ള അഴിമതി നടക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇനി എനിക്ക് തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ താല്പര്യമില്ല. പാർട്ടി എനിക്ക് തോന്നുന്നു. കാരണം പാർട്ടി എൻ്റെ കുടുംബമാണ്. കുറച്ച് എനിക്ക് അതുപോലെ എനിക്ക് താല്പര്യമാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. അല്ല, അത് ഞാൻ പിന്നെ പാർട്ടി നിൽക്കുന്നതോ അല്ലെ ഇതുപോലെ നിൽക്കുന്നതോ എനിക്ക് അഴിമതിക്കോ 1 രൂപയുടെ സാമ്പത്തികത്തിനോ വേണ്ടിയല്ല. അല്ല, അത് പ്രതിയാവുക അത് ബുദ്ധിമുട്ടാണ്. എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. അതെ.
അല്ല അതേ തന്നെ ഇപ്പോഴത്തെ ഈ സഹകരണ നിയമം ഒത്തിരി മാറിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇതിന്റെ എല്ലാ ബാധ്യതകൾ പ്രസിഡന്റും തലയെ വരുന്ന ഒരു ആ ആ ആ അപ്പൊ നമുക്കൊരിക്കലും പാർട്ടി നമുക്ക് എപ്പോഴും സപ്പോർട്ടാണ്. പാർട്ടിയാണ് നമ്മുടെ ശക്തി. അതൊക്കെ നമ്മൾ അതുപോലെ ചെയ്യുക. പാർട്ടി നമുക്കൊന്നും എതിരായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ വ്യക്തി എന്നുള്ള നിലയിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലും എനിക്ക് എതിരെ വളരെ ശക്തമായ നീക്കം കഴിഞ്ഞ ഇലക്ഷനിൽ പോലും എന്നെ തോപ്പിച്ചതിന്റെ മുഖ്യ കാരണം അത്. ബാങ്ക് ഇല്ലില്ലില്ല ഉള്ളു. അത് അടൂര് ഈ രവീന്ദ്രന്റെ മക്കളാണ് AR ഓഫീസിൽ ഇരിക്കുന്ന 2 ഇൻസ്പെക്ടർമാർ. ഉണ്ട്. അതുകൊണ്ട് എല്ലാ സ്വാധീനം ഇവിടെ ചെലുത്തി ഇവിടെ ഇത്രയൊക്കെ ആക്കി വെച്ചിരിക്കുക. അതിനകത്തോട്ട് വേറൊരാളും തൊടാൻ പറ്റത്തില്ല. കാരണം അവിടെ നിന്നാണ് ഈ കളികൾ. AR ഓഫീസിലും അതിനകത്തുള്ള അവിടുന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഇവരുടെ നിർദ്ദേശത്തിലാണ് ബാങ്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ പിന്നെ എല്ലാവർക്കും രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ നമ്മുടെ അടച്ചവരുടെ പൈസ പോയി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം, ഇവര് കൊടുക്കണം, കണ്ടെത്തണം. പ്രസിഡന്റ് മോട്ടിച്ചാന്ന് പറയാൻ പറ്റത്തില്ല. അത് മാത്രം പറയാൻ പറ്റത്തില്ല. അതേ ഉള്ളു പറയാൻ പറ്റാത്തത്. പറ്റത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. കൊടുക്കേണ്ടത് അവർ കണ്ടെത്തി കൊടുക്കണം. ഇനി ബാക്കിയുള്ള ബോർഡ് മെമ്പർമാരും കൊടുക്കട്ടെ. കോൺഗ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ, അവർ കൊടുക്കട്ടെ. വോട്ടെടുപ്പെടുത്ത സമയത്ത് പൊൻതാമരപ്പിള്ള നടത്തിയ വെളിപ്പെടുത്തൽ മുന്നണിയെ തന്നെയാണ് അടൂരിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇക്കുറി അടൂരിൽ പുതിയ സ്ഥാനാർത്ഥിയാണ് LDFന് മത്സരിക്കുന്നത്. CPIക്ക് നൽകിയിരിക്കുന്ന മണ്ഡലത്തിൽ പ്രജി കണ്ണനാണ് സ്ഥാനാർത്ഥി. പൊൻതാമരപ്പിള്ളയുടെ വെളിപ്പെടുത്തൽ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് കണ്ടറിയേണ്ടത്.